സിനിമയിൽ നിന്ന് നമുക്ക് എന്താണ് ഉൾക്കൊള്ളാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട സമ്പത്തും ചെലവാക്കി എന്ത് സന്ദേശമാണ് സിനിമ കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം. സിനിമ കൺതുറന്ന് കാണുന്ന ഒരു സ്വപ്നമാണ് എന്ന് അറിഞ്ഞിട്ടും സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. അവിടെ നാം പരാജയപ്പെടുകയും ചെയ്യുന്നു. നാം കേട്ടു വളരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്നത് നാം കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു ചെറിയ കുട്ടി അവന്റെ ചെറുപ്രായത്തിൽ എന്തെല്ലാം കാണുന്നുവോ എന്തെല്ലാം കേൾക്കുന്നുവോ അതെല്ലാം അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അതെല്ലാം അവൻ വലുതാകുമ്പോൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നു. കുട്ടികളെ കൂട്ടി സിനിമ കാണുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? ആ സിനിമയിൽ വില്ലന്മാർ ധൈര്യത്തിനു വേണ്ടി മദ്യം കുടിക്കുമെന്ന് പറയുന്ന രംഗം, നായകന്മാർ മദ്യം കുടിച്ചില്ലെങ്കിൽ നീ എന്ത് വ്യക്തിയാണ് എന്ന് പറയുന്ന രംഗം, ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്നു. പക്ഷേ നാം വിചാരിക്കും അത് ചെറിയ കുട്ടിയാണ്, അവൻ ഇതൊന്നും മനസ്സിലാവുകയില്ല. പക്ഷേ നാം ഓർക്കണം, അതെല്ലാം അവന്റെ മനസ്സിൽ പതിച്ചു കഴിഞ്ഞു. അവൻ വലുതാകുമ്പോൾ ഒരു വലിയ മദ്യപാനിയാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സിനിമയിൽ കുറ്റകൃത്യങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും കളവുമെല്ലാം വിദഗ്ധമായി ചെയ്യുന്ന രംഗങ്ങളുണ്ടല്ലോ, അത് ആ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്നു. അവർ വലുതാകുമ്പോൾ അക്രമാസക്തരാവുകയും ഈ രംഗങ്ങളെല്ലാം പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സമൂഹത്തിന് ദോഷമായി തീരുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടികൾ അവരുടെ ചെറുപ്പത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് അവരുടെ അവബോധം മനസ്സിൽ കെട്ടിക്കിടന്ന് വീർപ്പുമുട്ടുന്നു. ഒരു കുട്ടി തന്റെ ചെറുപ്പത്തിൽ മോശമായ കാര്യങ്ങൾ കണ്ട് വളരുകയാണെങ്കിൽ അവൻ വലുതാകുമ്പോൾ സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്നു, അക്രമാസക്തനാവുന്നു, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് ഇല്ലാതായിത്തീരുന്നു. മറിച്ച് നാം കുട്ടികളെ നല്ല കാര്യങ്ങൾ കാണിച്ച് വളർത്തുകയാണെങ്കിൽ അവർ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായിത്തീരുന്നു. അവർ ഒരു വ്യക്തിക്കും ഒരു ദോഷവും ചെയ്യാതെ ഉയർന്ന നിലകളിൽ എത്തുന്നു. എന്താണ് ടോക്സിക് മസ്കുലാരിറ്റി? ഒരാൺ എങ്ങനെയായിരിക്കണം എന്ന തെറ്റായ പൊതുബോധം സിനിമകളിലൂടെ പകർത്തുന്നു. ഇതിൽ നിന്ന് നാം അതെല്ലാം വെറും സിനിമയിൽ മാത്രമാണ് നടക്കുന്നത് എന്ന വാസ്തവം മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നു. നാം അവരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു. അതിലൂടെ നാം സ്വന്തം വിഡ്ഢിവേഷം കെട്ടുകയാണ് ചെയ്യുന്നത്. കുറച്ച് താടിയും മസിലും മീശയും മദ്യപാനവും പുകവലിയും ഇല്ലെങ്കിൽ അവനൊരാണല്ല എന്ന തെറ്റിദ്ധാരണ അവർ സമൂഹത്തിൽ പരത്തുന്നു. ദുശ്ശീലങ്ങൾ തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണല്ല എന്ന തെറ്റായ ബോധം അവർ യുവ സമൂഹത്തിന്റെ ഇടയിൽ ഉളവാക്കുന്നു. എന്താണ് ഫാനിസം? ഇത് അമിതമായാൽ മനുഷ്യർ ദൈവത്തെ തന്നെ മറന്നുപോകുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി തന്റെ സുഹൃത്തിനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ അവനൊന്നും തോന്നുന്നില്ല. പക്ഷേ അവന്റെ ഇഷ്ട നടനെ കുറിച്ച് ഒരു വാക്ക് മോശമായി പറഞ്ഞാൽ ആ വ്യക്തി കോപാകുലനാകുന്നു. അവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു, തർക്കത്തിലാകുന്നു. അവസാനം പലതും കൊലപാതകങ്ങളിൽ തന്നെ ചെന്ന് പതിക്കുന്നു. സിനിമാ നായകന്റെ പ്രതികാരം കാണുമ്പോൾ നീതിയും പോലീസുമല്ല വേണ്ടത്, മറിച്ച് ആൾക്കൂട്ട നീതിയാണ് വേണ്ടത് എന്ന തെറ്റായ ധാരണയിൽ നാം ഓരോരുത്തരും പെട്ടുപോകുന്നു. ഇത് കണ്ട് വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ അതുപോലെ ആകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോഴിതാ സിനിമാ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നു എന്ന് സിനിമാക്കാർ തന്നെ വിളിച്ചു പറയുന്നു. നമ്മൾ സെലിബ്രിറ്റീസ് ആണ് എന്ന് സ്വന്തം പറഞ്ഞ് ആരാധനാപാത്രമാകുന്നവരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ പുതിയ സമൂഹത്തിന്, പുതുതലമുറക്ക് ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കണ്ട് ഉൾക്കൊള്ളുവാനുള്ളത് എന്താണുള്ളത്? ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പലരും കാണിക്കുന്ന പല പേക്കൂത്തുകളും കാണുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. നാം ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കണം. നല്ലതും കെട്ടതും തിരിച്ചറിഞ്ഞ് അല്പം ബുദ്ധി ഉപയോഗിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം ചെയ്തുപോയ പ്രവൃത്തികളെ കുറിച്ചോർത്ത് വയസ്സാകുമ്പോൾ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞെൻ്റെ വാക്കുകൾക്ക് വിരാമം.